ഇത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു. ബട്ട് ആസ് യൂഷ്വൽ എല്ലാം റെഡിയാൻ ലേറ്റായി. നമ്മളിപ്പം ട്രെയിനിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. അപ്പോൾ ബാക്കി നമുക്ക് ട്രെയിനിലെത്തിയിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ കാണാം. ഓക്കെ, എവിടെ പോകുന്നേ പറയാൻ മറന്നുപോയില്ലേ. അപ്പം നമ്മളിന്ന് ബാഗും കെട്ടെല്ലാം എടുത്തിട്ട് എവിടെ പോകണം? കോളേജിലേക്ക്. 0% കോൺഫിഡൻസ് ആയിട്ടും ട്രെയിൻ മിസ്സാവുന്ന ഉറപ്പായിട്ടും വ്ളോഗും എടുത്ത് നടന്ന വിഷ്വൽസ് നിങ്ങളീ കാണുന്നത്. പിന്നെ ട്രെയിൻ വന്നിട്ടില്ല എന്ന് അവിടുത്തെ ടി പറയുന്നത് കേട്ടല്ലോ, ഒരാശ്വാസമായിട്ട് സക്സസ്ഫുള്ളി നമ്മൾ ടിക്കറ്റ് എടുത്തെത്തി. ട്രെയിൻ മിസ്സായിട്ടില്ല. നമുക്ക് ട്രെയിനിനെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാളും ഈ ട്രെയിനിനല്ലാത്ത പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവും. ഫോണിൽ കളിച്ചിട്ടും യൂട്യൂബ് കണ്ടിട്ടും. ബട്ട് മീൻ വൈൽ ട്രെയിൻ വരുന്നതിൻ്റെ ഹോണടി കേട്ടായില്ലേ, എല്ലാവരും വന്നിട്ട് ആ റെഡ് ലൈൻ്റെ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഇതിൽ നമുക്ക് സീറ്റ് കിട്ടൂല. സോ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യും. A few moments later. അപ്പം നമ്മൾ ട്രെയിൻ കയറി. ഇനി വേറൊരു സംഭവം ട്രെയിനിൽ കയറിയപ്പം കണ്ടെന്താ വെച്ചെങ്കിൽ, ഒരു നോൺ മലയാളിയാന്ന് തോന്നുന്നു. ഈ ലഗേജ് സെക്ഷനിലുണ്ട് കയറി കടന്നുറങ്ങുന്നു, ലിറ്ററലി ഉറങ്ങുന്നു. ആ ചേട്ടനെ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് റെസ്പെക്റ്റ് തോന്നി. ഈ ചൂടത്തും എങ്ങനെ അയാൾ അതിൻ്റെ മുകളിൽ കിടക്കുന്നതെന്ന് തിരിയുന്നില്ല. എങ്ങനെ ഫൈനലി ആഫ്റ്റർ കുറേ ഉന്ത് തള്ള് നമുക്ക് ലാസ്റ്റ് സീറ്റ് കിട്ടി. സീറ്റ് കിട്ടിയിട്ടാണെങ്കിലോ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങാനുമായി. വടകരത്തെ നമുക്ക് കോളേജിലേക്ക് പോവാം. കോളേജിൽ പോയിട്ട് മാർക്ക് ലിസ്റ്റ് വാങ്ങണം, സാറിനെ കാണണം. അത്രയും. ഞാൻ ഈ ഇടക്കിടക്ക് ചിരിപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ചിരി വരുന്നത്. ബട്ട് അല്ല, ഞങ്ങൾക്കൊരു സോഷ്യൽ ആൻസൈറ്റി പ്രശ്നമുണ്ട്. ലൈക്ക് ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെ കാണുന്നുണ്ട് എന്ന് കാണുമ്പം എനിക്ക് എന്തോ ചിരി വരും. ഞാൻ വെറുതെ അവരെ നോക്കി ചിരിക്കും. അവരന്യായിരിക്കില്ല നോക്കുന്നത്, പക്ഷെ എന്നാലും ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് ഒരു ചിരി കൊടുക്കും. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 11 o'clock ആകുമ്പോൾ എത്താൻ പറ്റും. 10:35 ആയി. ഈ ചൂടത്തില്ലേ ഏറ്റവും അടിപൊളി ട്രാൻസ്പോർട്ട് ഏതാ വെച്ചെങ്കിൽ ഓട്ടോ ആണ്. വൈ? ബിക്കോസ് ട്രെയിനിന് ചൂടെടുക്കും, ബസ്സിന് ചൂടെടുക്കും. ഓട്ടോ ആകുമ്പോൾ 4 ഭാഗത്തു നിന്നും കാറ്റ് കിട്ടും അല്ലേ. ബൈക്ക് വടിയോടെയാണ്, പക്ഷെ ബൈക്കിന് വെയിലടിക്കും. ഇതാകുമ്പോൾ ഫുൾ കവേർഡ് അല്ലേ. എനിക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാം. കാണിച്ചുതരാം. ട്രെയിൻ പോകുന്നത് കാണാം, റോഡ് പണി നടക്കുന്നത് കാണാം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. കോളേജ് എത്തി. നമുക്ക് പറ്റി സാറിനെ കണ്ടിട്ട് ബാക്കി അപ്ഡേറ്റ്സ്. കോളേജ് എത്തിക്കാൻ എങ്ങനെയെങ്കിലും ഇത് കയ്യിന് കിട്ടിയാൽ മതി എന്നുണ്ടാവും. കാരണം ഒന്നാമത് നല്ല ചൂടും പിന്നെ ടീച്ചേഴ്സ് തരുന്ന പ്രഷറും. അപ്പോഴാണ് വേറൊരു അടിപൊളി സംഭവം കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. നമ്മളെ കോളേജിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ട് എക്സാം ഹാളിൽ കയറുന്നത് അമ്പലത്തിൽ കയറുന്നത് ഇങ്ങനെ ചെരുപ്പ് അയച്ചിട്ടിട്ട് വേണം എക്സാം ഹാളിൽ. അതെന്തുകൊണ്ടാണ് ഇങ്ങനത്തെ റൂള് എന്നൊന്നും ഇപ്പോൾ അതിൻ്റെ ലോജിക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. പഠിച്ച ക്ലാസ്സാണ് ഇതല്ലോ. വ്യൂ കാണിച്ചു തരാം. ഫുള്ളും തെങ്ങിൻ തോട്ടം. വടകര വളവിൽ 60 തെങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ ഫുൾ തെങ്ങ്. തെങ്ങനല്ലേ തേങ്ങ. കോളേജിൽ വന്നപാട് സീനിയേഴ്സ് എല്ലാവരും കൂടി പറ്റിച്ചെന്താണെന്ന് വെച്ചെങ്കിൽ, ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് തായൽ ആരോ വീണ് മെർച്ചിന്. ആ മെർച്ചിൻ്റെ ചോരക്കറിയാണ് തായലുള്ളത്. അത് വിശ്വസിക്കുകയും ചെയ്തു. ഇനി നമുക്ക് സാറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പോയിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ ഇവിടെ പഠിക്കുന്നത് പറഞ്ഞില്ലല്ലോ, ഞാൻ പഠിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. കട്ട് കുറച്ചതൊന്നുമല്ല, ഫീസ് കൊടുത്ത് പഠിച്ച കോളേജാണ്. അപ്പം അവിടെ മാങ്ങാന്ന് പറയുന്നത് നമ്മളെ വാങ്ങിയ. ഇനി നമുക്ക് ഇതിലെ കൂടിയാണ് കോളേജിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ. അപ്പോൾ ഹോസ്റ്റൽ ഞാൻ കാണിച്ചതാണ്. പിന്നെ നമ്മളെ ബാബൂട്ടൻ്റെ അവിടെ ഉണ്ട്, അവൻ കാണിച്ചതാണ്. ഇതെല്ലാം എന്തിനാണ് കാണിച്ചിരുന്നത് വെച്ചെങ്കിൽ വയ്യ നമുക്ക്
മെമ്മറിയാം അല്ലേ? അതെ, മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ, ഹോസ്റ്റലിലൊക്കെ നമ്മൾ വിചാരിക്കും വേഗം എത്തും, വേഗം പോവും, പക്ഷെ നമ്മൾ ഉറങ്ങലാം. ആ ഹോസ്റ്റലിൽ ഇത് കാണിച്ചുതരാം. ഇതാണ് ഹോസ്റ്റൽ. നമ്മളെ ഹോസ്റ്റലല്ല, വീടാണ്. അപ്പം പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ നിന്നെ. വിൻഡോ ഓപ്പൺ ചെയ്ത് അതാണ് എൻ്റെ റൂം. അങ്ങനെ നമ്മൾ ബസ്സിന് പോകണോ ഓട്ടോന് പോകണോ എന്നില്ല കൺഫ്യൂഷനിൽ. അങ്ങനെ ബസ്സിന് വെയിറ്റ്. ചൂടെടുത്ത് പൂരി. സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. വെറുതെ ഇങ്ങനെ നോക്കൂ, വേർക്കുന്നുണ്ടോ നോക്കൂ എന്നിരിക്കും. കഥ പറയണോ വിചാരിക്കാൻ ഈ ചൂടത്തൊന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ വീണ്ടും ചൂട് സഹിക്കാൻ പറ്റാണ്ട് ഓട്ടോ തന്നെ കയറി ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയടുത്താണ് അടുത്ത കോമഡി. അവിടെ കഫേ ഓപ്പൺ ആവണമെങ്കിൽ 12:30 ആവും. 12:30 ആവണമെങ്കിലോ ഇനിയും ഹാഫ് ആൻ അവർ ബാക്കിയുണ്ട്. പണി കിട്ടിയില്ലേ? ഇപ്പം നമ്മളെടില്ലേ വെച്ചെങ്കില് വന്ന കഫേ 12:30 ഓപ്പൺ ആക്കും. ഇപ്പം ടൈം 12:10. പുറത്താണെങ്കിൽ ഒടുക്കത്തെ വെയിൽ. അതുകൊണ്ട് നമ്മളെവിടെ ഇല്ല, കാണുന്നുണ്ടോ, ആക്സിസ് ബാങ്ക് ATMന്റെ ഉള്ളിൽ. ഒരു ചൂടാന്ന് പഠിച്ചോനെ. അങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ATMന്റെ ഉള്ളിൽ കയറിയിട്ടും റോഡിലെ പോകുന്ന ബൈക്സിനും കാറിനും നമ്പർ എണ്ണിയിട്ടും ടൈം പോയിപ്പിച്ച്. ഫൈനലി നമ്മൾ ഷവായത്തിനായിട്ട് നമുക്കിനി ഫുഡ് ഓർഡർ ചെയ്യാം. ഓക്കെ, വിശന്നിട്ടില്ലേ, തലവേദന ആയി. വിശപ്പിൻ്റെ അസുഖമില്ലോണ്ട് കറക്റ്റ് ടൈം ഫുഡ് കഴിക്കണം. ആക്ച്വലി സ്പീക്കിംഗ് ചിക്കലും പോയി ക്യാമറ തിന്നാൻ വരുന്നല്ല. നിങ്ങൾ പറയുന്ന കേക്കോ, ഞാൻ പറയുന്ന ബാക്കിയുള്ള ആൾ കേക്കോ അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നേ. ഓക്കെ, അല്ലാണ്ട് ഹീപ്പ് ഷെയ്ഡ് കാണിച്ചിരുന്നല്ല. ഒരു കാര്യം അറിയോ, നമുക്ക് വ്ളോഗ് എടുക്കാൻ അറിയില്ല. അതുകൊണ്ട് നാളെ കാണുമ്പോൾ വീട് ഓണാക്കി ഇങ്ങനെ നോക്കി ചിരിച്ചു വന്നു. താങ്കൾ പ്രശ്നം. അതിന് നീ എന്തിനാ ക്യാമറ തിന്നാൻ വരുന്നത്? ഫുഡ് സെർവ് ചെയ്ത് ചഞ്ചര. ഇവിടുത്തെ ഷവായ അത്ര ഹൈപ്പാക്കാനുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഒന്നെങ്കിൽ വിഷമമുണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായോണ്ടായിരിക്കും. എന്തോ ഇവിടുത്തെ ഷവായ, എനിക്ക് മസാല ഷവായ ഭയങ്കര ഇഷ്ടം. അത് കഴിച്ചു കഴിഞ്ഞാലൊരു ഫീലാവും. ഇതാ ഇതുപോലെ. ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഫ്രഷ് ലൈം, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മിൻറ്റ് ലൈം. അത് മാത്രം ഓർഡർ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് നിങ്ങൾ. പക്ഷെ ഞാൻ അങ്ങനെയാണ്. എന്ത് ഫുഡിൻ്റെ കൂടെയും കുടിക്കാൻ ഒന്നെങ്കിൽ ഫ്രഷ് ലൈം അല്ലെങ്കിൽ മിൻറ്റ് ലൈം. അത് കിട്ടിയാലേ ഒരു റാഹത്താവും. ചില ആൾക്കാരറിയില്ലേ, മന്തി കഴിച്ചാൽ ഒരു കോക്ക് നിർബന്ധമാണ്. അതേപോലെ ഏത് ഫുഡ് കഴിച്ചാലും ഒരു ഫ്രഷ് ലൈം നിർബന്ധം. ഒരു ഉമാല എടുക്കാം, കുറച്ച് ഷവായ എടുക്കാം, എൻ്റെ മസാല, ആ മാങ്ങ സാലഡ്, മയോണൈസ്, പ്ലേറ്റിൻ്റെ കോലം. അങ്ങനെ ഫുഡും ഫിനിഷ് ചെയ്ത് വയറും ഹാപ്പിയായി, ഞാനും ഹാപ്പി ആയിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങി. ഇങ്ങനാന്നല്ലേ ഇതൊക്കെ. ഫുഡ് കഴിച്ചു വടകര എത്തി. കണ്ണൂരെത്തി പണിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണം. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വ്ളോഗ് കാണുന്നവരെ ബൈ.